കിട്ടാനുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ ചെന്നൈക്കെതിരെ തന്നെ RCBയുടെ തുടർച്ചയായിട്ടുള്ള 4ാമത്തെ വിജയമാണ് നടക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിലും ഈ മത്സരത്തിലും രണ്ടും ആധികാരികമായ 2 വിജയങ്ങളാണ് നേടുന്നത്. ഒരു ഘട്ടത്തിൽ ചെന്നൈ ഒരു വലിയ സ്കോറാണ്, 261 വലിയ സ്കോറാണ്. ഏകദേശം അതിനടുത്ത് അവരെത്താനും ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും 40 റൺസിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് മികച്ച വിജയം തന്നെയാണ്, പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റ് ട്രാക്കിൽ. ഇപ്പോൾ RCB നമ്മൾ നേരത്തെ ഹാരിസ് സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിഭകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ വെങ്കിയെ സൈൻ ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ ദേവദത്ത് പടിക്കലിനെ പതുക്കെ ഷിഫ്റ്റ് ചെയ്യുകയായിരിക്കും, വെങ്കിക്ക് തന്നെയായിരിക്കും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക, അദ്ദേഹം ബോൾ കൂടി ചെയ്യുന്നുള്ളതുകൊണ്ട്. പക്ഷേ ഒരു ഇതുമില്ല, കാരണം വെങ്കി കിട്ടിയ 2 അവസരങ്ങളും ദേവദത്ത് കിട്ടിയ 2 അവസരങ്ങളും മിന്നിക്കാണ്. ഇന്നിപ്പോൾ ഒരു 50 അടിക്കുന്നു, ഇമ്പാക്റ്റായി വരുന്നു, അടിക്കുന്നു, പോകുന്നു. എല്ലാവരും വളരെടുത്ത് എല്ലാവരും വെടിച്ചപ്പോൾ എന്ന് പറയുന്ന രീതിയിലാണ് ഇന്നത്തെ പ്രകടനങ്ങൾ. അതിൽ തന്നെ ടിം ഡേവിഡിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ എടുത്തു പറഞ്ഞേ തീരൂ. അദ്ദേഹത്തിൻ്റെ ഒരു മാരക ബാറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 21 ബോളിലാണ് അദ്ദേഹം 50 അടിക്കുന്നത്. പിന്നെയുള്ള 4 ബോളിൽ 20 റൺസ് എടുത്തിട്ടുണ്ട്. അതിൽ 19ാമത്തെ ഓവറിൽ 4 സിക്സൊക്കെയാണ് അദ്ദേഹം അടിക്കുന്നത്. അതായത് 3 തുടർച്ചയായിട്ടാണ് ഹാട്രിക് സിക്സറുകളൊക്കെ അടിക്കുന്നത്. അപ്പോൾ നൂർ അഹമ്മദിന്റെ ഒരു ഓവറിൽ 3 സിക്സ് അടിച്ചിട്ടുണ്ട്. തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും RCB സംബന്ധിച്ചിടത്തോളം നമ്മൾ കപ്പില്ലാത്ത സമയങ്ങളിലും RCB മീൻസ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു മോഡാണ്. ഇപ്പോൾ കപ്പ് കിട്ടിയപ്പോഴും ആ എൻ്റർടൈൻമെൻറ്റിന് ഒരു കുറവില്ല. ആ രീതിയിൽ തന്നെയാണ് RCB നൽകുന്നത്. എല്ലാവരും ഇന്ന് 3 വിക്കറ്റേ പോയിട്ടുള്ളൂ, 250+ സ്കോർ വന്നിട്ടും. അതിൽ തന്നെ ഇപ്പോൾ കോഹ്ലിക്ക് തുടക്കത്തിൽ ലൈഫ് കിട്ടി. എന്നാൽ പോലും കോഹ്ലി ആയിക്കോട്ടെ, സോൾട്ട് ആയിക്കോട്ടെ, ദേവ് ആയിക്കോട്ടെ, എല്ലാവരും നല്ല ഗംഭീരമായിട്ട് കളിക്കുന്നു. RCB ഫാൻ എന്നുള്ള നിലയ്ക്ക് വലിയ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ബൗളിങ്ങിലേക്ക് നോക്കിയാലും ഈ ഒരു ഇന്നത്തെ ഇക്കോണമിയിൽ ഇപ്പോൾ ഭുവി ആയാലും ഡഫി ആയാലും ഇക്കോണമി കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ഒരു 2 ടീമും 200+ സ്കോർ ചെയ്തൊരു മത്സരത്തിൽ ഇക്കോണമിയെക്കുറിച്ച് ഒരു പരിധിക്കപ്പുറം ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ലാന്ന് തോന്നുന്നു. എന്നാൽ പോലും ഇപ്പോൾ ഭുവിയുടെ ഒരു റെക്കോർഡ്, അദ്ദേഹം IPL 200 വിക്കറ്റുകൾ തേക്കുന്ന ആദ്യത്തെ ഫാസ്റ്റ് ബോളറായി മാറി. നമ്മളെപ്പോഴും, അതായത് ഭുവിയുടെ ഇൻ്റർനാഷണൽ കുറച്ച് നേരത്തെ അവസാനിച്ചോ എന്നുള്ളൊരു ആശങ്ക എല്ലാ കാലത്തും നമ്മൾ പറയാറുണ്ട്. ഇപ്പോഴും കൃത്യമായിട്ട് ലൈനിലും ലെങ്ത്തിലും വളരെ കൃത്യമായിട്ട് പന്തെറിയുന്നൊരു ബോളർ കൂടിയാണ് ഭുവി. അപ്പോൾ ഭുവി ആ ഒരു വലിയ നാഴികക്കല്ല് അത് സ്വന്തം പേരിൽ തന്നെ ആക്കിയതിൽ വലിയ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ ഇനി ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ക്യാപ്റ്റൻ പട്ടിദാറിൻ്റെ പേര് പറയാൻ മറന്നു. ക്യാപ്റ്റൻ്റെയും ഒരു അസാധ്യ ഇന്നിങ്സ് തന്നെയായിരുന്നു.